പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന കനകേനോടും ഗോവിന്ദനോടും പറയുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിക്കും അവളുടെ ക്യാരക്ടർ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാണ് അവൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതും അത് ഒരു പെണ്ണും സഹിക്കില്ല എന്ന് പറയുകയാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല. അച്ഛനും അമ്മയ്ക്കും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വിശ്വസിച്ചോ. ഞാനും ആദർശേട്ടനും 100% സത്യം പറയുന്ന ആളുകളാണെന്ന് നിങ്ങൾക്കറിയാലോ എന്ന് പറയട്ടെ. അപ്പോൾ കനയ്ക്കും ഗോവിന്ദനും അതങ്ങ് വിശ്വാസമാവുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇടയ്ക്കൊക്കെ മോള് പറയുന്നുണ്ട് ആദർശ് മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ അവർ വിശ്വസിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും എല്ലാം തുറന്നു പറയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആദർശ് കണ്ണുകൊണ്ട് വേണ്ട എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നയന ആ സമയത്ത് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഈ സത്യം മറച്ചു വെക്കേണ്ടതിൻ്റെ മുന്നിൽ നമുക്ക് മറച്ചു വെക്കാം, പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, അവരിത് അറിയണം എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് കനകേനോടും ഗോവിന്ദനോടും ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ലോ, അമ്മയുടെ മൂത്ത മോളും മരുമോനും കൂടെ ചന്തുമോളുടെ അച്ഛൻ അഭിയാണ്, അവനാണ് എന്ന് പറയട്ടെ. അപ്പോൾ അവർക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, വ്യക്തമായിട്ടുള്ള തെളിവ് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നയന പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ആദർശാണ് ചന്തുമോളുടെ അച്ഛനെന്ന് നിങ്ങൾ രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ അനഘയുടെ വീട്ടിൽ ചന്തുമോളുടെ വീട്ടിൽ ആദർശിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്ന സമയത്ത് നയന പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. അന്ന് അനഘ മരിച്ചപ്പോൾ അവിടെ പോയ കാര്യങ്ങളും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നയന പറയുന്നുണ്ടായിരുന്നു, ഈ സംഭവം അറിഞ്ഞ ശേഷം മുത്തശ്ശനാണെങ്കിൽ ആദർശേട്ടനെ തള്ളി പറയേ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളൊക്കെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ആ മുത്തശ്ശൻ അങ്ങനെ ചെയ്യുമ്പോൾ അതിലെന്തോ ഒന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ. ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ട് ആദർശേട്ടനെ ഒരിക്കലും തുടരാൻ അനുവദിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അതിൽ ഞങ്ങൾക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. പക്ഷേ അനഘയുടെ വീട്ടിൽ ആദർശിൻ്റെ ഫോട്ടോ കണ്ടല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നയനയോട് ഈ കാര്യങ്ങളൊന്നും ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ എന്നോട് ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ ശേഷം എന്നോട് കുറച്ച് ദിവസം അത് മറച്ചു വെച്ചു. പിന്നീട് ആദർശേട്ടൻ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അപ്പോഴും ഞാൻ ആദർശേട്ടൻ്റെ കൂടെയാണ് നിന്നത്, കാരണം എനിക്ക് ആദർശേട്ടനെ അത്രയ്ക്കും വിശ്വാസമായിരുന്നു. പിന്നെ ഞാൻ അത്ര പൊട്ടിയൊന്നല്ല, മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അത് വിശ്വസിക്കാൻ മാത്രം. ഞാൻ വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ ഒരു കാര്യം വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോമ സ്റ്റേജിൽ കിടക്കുന്ന അനഘ എന്നോട് ആദർശേട്ടനാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് വന്ന് പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കില്ല, വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ എന്ന് പറയും. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, DNA ടെസ്റ്റ് നടത്തിയ കാര്യം പറയുന്നുണ്ടായിരുന്നു. കിരണിൻ്റെ ഒരു ഫ്രണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ചന്തുമോളുടെ മുടിയും അതുപോലെ തന്നെ അബിയുടെയും ആദർശിൻ്റെയും മുടി കൊടുത്തു. അങ്ങനെയാണ് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് മനസ്സിലായത് എന്നൊക്കെ പറയാണ്ട്. അപ്പോൾ അവർക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും കനക പറയുന്നുണ്ടായിരുന്നു, അബി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ അത്രയും വിശ്വസിച്ച ആദർശ് മോൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണ്. എന്തായാലും ആദർശ് മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതിൽ ഞങ്ങൾക്ക് നല്ല ആശ്വാസം ഉണ്ട് എന്ന് പറയൂ കേട്ടോ. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കാര്യം ഇത്രയും ദിവസം മറച്ചു വെച്ചത് എന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഗോവിന്ദന് ആകെ സങ്കടമാവുന്നുണ്ട്. ആദർശിനോട് അത്രയ്ക്ക് മോശമായിട്ടാണല്ലോ പെരുമാറിയത്, അപ്പോൾ അതിന് ക്ഷമയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയും, അച്ഛൻ ഇങ്ങനെ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. പിന്നീട് നയന പറഞ്ഞല്ലോ, നവിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം മറച്ചു വെച്ചതെന്ന്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദുവിന് ആകെ ദേഷ്യമാണ് കേട്ടോ, ഇങ്ങനെ ഒരുത്തൻ എന്തിനാ ചേച്ചിയുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പോൾ കനക പറയും, അങ്ങനെ പറയല്ലേ മോളെ, ഇപ്പോൾ അബിയുടെ ഒരു കുഞ്ഞില്ലേ ചേച്ചിക്ക് എന്നിങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് അങ്ങനെ പറയണ്ട എന്ന് പറയുകയാണ്. എന്തായാലും അവർക്ക് ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസമായിട്ടുണ്ട്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും ആദർശിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട്. അതുകൊണ്ട് അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മോൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്നത് ഇതുകൊണ്ടൊക്കെയാണ്, മോനെ ഞങ്ങൾ അത്രയും വിശ്വസിച്ചിരുന്നു, മോൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നപ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് പറയുമ്പോൾ ആദർശ് പറയും, നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോയപ്പോഴും ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചല്ലോ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് പറയട്ടെ. അപ്പോൾ നന്ദുവിനാണ് ആകെ കലിപ്പാണ്. അബിനെ ഏതെങ്കിലും ഒരു കേസിൽ അകത്താക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ ഇടിച്ച് ശരിയാക്കും, ചോര തുപ്പിക്കും എന്നൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അബിയാണെങ്കിലും ആദർശിനെ കുറ്റപ്പെടുത്തി ഓരോന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അവനിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനെല്ലാം അറിയാം, അവനിങ്ങനെ ഇപ്പോൾ തകർത്ത് അഭിനയിക്കുകയാണ്, അവൻ്റെ ആക്ട് ഇതുവരെ പോകുന്നു നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ സത്യം അറിഞ്ഞു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവൻ ചിലപ്പോൾ കോമാ സ്റ്റേജിൽ കിടക്കുന്ന അനഘേനെ വരെ ഇല്ലാതാക്കിയെന്ന് വരും എന്ന് പറയുകയാണ്. അനഘയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ അവൻ്റെ കൈകളുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. പിന്നീട് ജലജയാണെങ്കിലും ആദർശിനെ നന്നായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ കനക പറയുന്നുണ്ടായിരുന്നു. അഭിയാണ് ഈ തെറ്റ് ചെയ്തതെന്നറിയാതെ ജലജ എന്തൊക്കെയാണ് ആദർശ് മോനെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞോട്ടെ. അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശനാകെ ജീവിതത്തിൽ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ, അപ്പച്ചീനെ ദത്തെടുത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വയസ്സാം കാലത്തും അവർക്ക് ഇങ്ങനെ ഒരു മനസ്സമാധാനം ഇല്ലാത്തത് എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം ആദർശ് തിരിച്ചു പോകാനായിട്ട് നയനേനെ വിളിക്കുന്നുണ്ടായിരുന്നു. നീ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയും ഞാൻ നാളെ വന്നോളാം എന്ന് പറയും. അങ്ങനെ ആദർശ് അവരോടൊക്കെ യാത്ര ചോദിച്ച് പോവുകയാണ്. ഗോവിന്ദനാണെങ്കിലും ആകെ വിഷമമാണ് കേട്ടോ. ആദർശിനോട് മോശമായിട്ടാണല്ലോ പെരുമാറിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആദർശ് യാത്രയൊക്കെ ചോദിച്ച് പോയി. ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ഏറ്റവും കിട്ടിയ മോശമായിട്ടുള്ള ബന്ധമാണിത് എന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും നല്ലൊരു ബന്ധം ഇനി കിട്ടാനില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്നിങ്ങനെ ശരിയാണെന്ന് കനകയും ഗോവിന്ദനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശ് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ദേവയാനിയും ചന്തുമോളും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ചന്തുമോള് വന്നിട്ട് അമ്മ എന്താ വരാത്തെ, അമ്മേനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ വീട്ടിൽ പോയതല്ലേ, ഇപ്പോൾ വരും എന്ന് പറയാണ്ട്. അപ്പം എന്നെന്താ കൊണ്ടുപോകാത്തെന്നൊക്കെ ചന്തുമോള് ചോദിക്കുമ്പോൾ മോളെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ആരാ വരുന്നേ നോക്കിക്കേ എന്ന് പറഞ്ഞ് ആദർശിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദർശ് ഒറ്റയ്ക്ക് വരുന്ന കാണുമ്പോൾ തന്നെ മോള് പറയുന്നുണ്ട് അമ്മയില്ലല്ലോ എന്ന് പറയും. ആദർശ് കയറി വരുമ്പോൾ തന്നെ മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നാളെ വരാമെന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ മോളെയും കൂട്ടി നയനയുടെ വീട്ടിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു. ഇന്നിങ്ങനെ അവിടെ നന്ദു തന്നിട്ടുള്ള പാർട്ടിയിൽ അവർ പരിധി വിട്ടു, നയനയുടെ അച്ഛനെയും അമ്മയും. അപ്പോൾ ഇങ്ങനെ നയനയ്ക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. അവളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് മോളോട് അകത്തേക്ക് പോയി കളിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ദേവയാനിയോട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവരും സത്യമൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാനിത് മോളോട് നേരത്തെ പറഞ്ഞതാണ് അവരെ സത്യം അറിയിക്കുക എന്നുള്ളത്. പക്ഷെ അന്ന് മോള് വേണ്ടാന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനമായല്ലോ എന്ന് ദേവയാനി പറയുമ്പോൾ അങ്ങനെയൊന്നും പറയണ്ട, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു മരുമകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ മറ്റൊരു മരുമകൻ കുറ്റവാളിയായി പോയല്ലോ. അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ അവർക്കുണ്ട്. അവരിങ്ങനെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കരയായിരുന്നു പാവം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട് പാവം എന്ന് പറയാണ്. എന്തായാലും പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ആ ജലജ എന്തൊക്കെയാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, അതൊന്നും ചിലപ്പോൾ എനിക്കിങ്ങനെ കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അന്നിങ്ങനെ ആനിയുടെ വിവാഹം തടയാൻ എനിക്ക് പറ്റിയില്ല. മുത്തശ്ശനാണെങ്കിലും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ ആഗ്രഹം നടത്താൻ പറ്റിയില്ല. നന്ദുവിനെ പോലെ ഒരാളായിരുന്നു ഇപ്പോൾ ഇവിടെ വേണ്ടത്. അഭിയാണെങ്കിൽ ഒരു മൃഗമാണ്. ഇനിയിപ്പോൾ നമ്മളെല്ലാം സത്യം അറിഞ്ഞു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ചന്തുമോളെ ഇല്ലാതാക്കാൻ മടിക്കില്ല. അവൻ ഇങ്ങനെയായി പോയി എന്ന് പറയുകയാണ്. അപ്പം ഇങ്ങനെ ഒരുത്തനെ ഇവിടെ വെച്ച് താമസിപ്പിക്കുന്നത് ആപത്തല്ലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അകത്തേക്ക് പോവാണ് കേട്ടോ. ദേവയാനീനോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എടുത്തു കൊടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങനെ നയനയുടെ അച്ഛനും അമ്മയും ചെറിയൊരു വാടക വീട് എടുത്ത് മാറും എന്ന് പറഞ്ഞപ്പോഴാണ് നയന എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. പിന്നീട് നയനയുടെ വീടാണ് കാണിക്കുന്നത്. നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ ഇതൊരു മരണ വീടാവുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചത് ഇത്രയും ദിവസം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് മാത്രമല്ല, ചേച്ചിയുടെ നിർബന്ധപ്രകാരമാണ് അബിക്കൊരു ബ്രാഞ്ച് മുത്തശ്ശൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവിടെ വേറൊരാളെ വെച്ചതും ചേച്ചിക്കും അബിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തവരെയൊന്നും വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കരുത് എന്ന് പറയുകയാണ്. അവനും എത്ര നന്നായിട്ടാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും അവനിങ്ങനെ എത്ര നന്നായിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നത്, അവൻ ഏതെങ്കിലും ഒരു കേസിൽ അകത്താക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ചോര തുപ്പിക്കും എന്ന് നന്ദു പറയുകയാണ് കേട്ടോ. നന്ദുവിന് ആകെ ദേഷ്യമാണ് ആ സമയത്താണെങ്കിലും. നന്ദു ആണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ശരിയാണ് അവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചുകൊണ്ട് അവൻ്റെ അഭിനയം എവിടെ വരെ പോകുന്നു നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അഭിയാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആദർശ് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ വന്ന് ചോദിക്കുന്നത്, ഏട്ടൻ മാത്രമേ തിരിച്ചു വന്നുള്ളൂ, ഏട്ടത്തിനെ കൊണ്ടുവന്നില്ലേ, ഏട്ടനെ അവിടെ വെള്ളപൂശാൻ നിർത്തിയിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്നെ ആരെയും വെള്ളപൂശാൻ വേണ്ടിയിട്ട് നിർത്താറുമില്ല, ഏൽപ്പിക്കാറുമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അഭി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഏട്ടത്തിയുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും ഏട്ടന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവർ അത്രയ്ക്കും ഇങ്ങനെ
ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഏട്ടനെ വെറുത്ത് കഴിഞ്ഞു എന്ന് പറയും. അവരിങ്ങനെ ഏട്ടനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയായിരുന്നല്ലോ, അവർക്കിപ്പോൾ ഇങ്ങനെ ഏട്ടൻ്റെ കർണത്ത് നോക്കി ഒന്ന് തരാനായിരിക്കും തോന്നുന്നതെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ നിൻ്റെ കർണത്ത് നോക്കിയാണ് ഒന്ന് തരാൻ തോന്നുന്നതെന്ന് പറയൂ കേട്ടോ. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നവ്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആദർശ് അങ്ങനെ പറയുമ്പോൾ നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് മാത്രം എന്ത് തെറ്റാ അഭി ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയും, തെറ്റും ശരിയും അളക്കാനുള്ള സമയമൊന്നുമല്ല ഇതെന്ന് പറയുകയാണ്. അതിനുശേഷം അഭിയാണെങ്കിലും നവ്യനോട് പറയുകയാണ്, നിൻ്റെ അനിയത്തിനെ അവിടെ നിൻ്റെ വീട്ടിൽ നിർത്തി പോന്നിരിക്കുകയാണ്, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ഇനിയിപ്പോൾ ഇയാളൊന്ന് വെള്ളം പൂശിയെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ അവിടെ നിർത്തി പോന്നിട്ടുള്ളത്, ഇയാൾ ആകെ നാണം കെട്ട് നാറി നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശിനോട് നവ്യ പറയാണ്, നിങ്ങൾ എത്ര തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല, ഈ ജന്മം പൊറുക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ നവ്യയുടെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.